നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരൊറ്റ ചട്നി മാത്രം മതി, വേറൊന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചട്നിക്ക്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇത് ഇഡ്ലിയുടെയും മന്തിയുടെയും കപ്സയുടെയും ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി ചട്നി കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയം ഒട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 തക്കാളി എടുക്കുക. കുറച്ച് ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 ചെറിയ ഉള്ളിയും ചെറിയൊരു സവാളയും തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വേണ്ട, ഇതവിടെ കഴുകി വെച്ചു എന്നേ ഉള്ളൂ. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കെടുക്കാം. 3 പച്ചമുളകും 3 വറ്റൽമുളകും ഉണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുക കുറയ്ക്കുകയോ ചെയ്തോളൂ. കുറച്ച് മല്ലിയില, അധികം വേണ്ട, ഇതുപോലെ കുറച്ച് മല്ലിയിലയും ഒന്ന് കഴുകി എടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സഡ് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ വറ്റൽമുളക്, ആ 3 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് നൈസായിട്ട് പൊടിച്ചെടുക്കണം എന്നില്ല, എന്നാലും ചെറിയ തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുക്കുക. വിത്തൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് നല്ല നൈസൊന്നല്ല, വിത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വലിയ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ പോലെ അരയില്ല. അപ്പോൾ ഇതുപോലെ വലുത് മാത്രം ഒന്ന് 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഈ സവാള ഉണ്ടല്ലോ, ഈ സവാളയിന് പകുതി സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒരുപാട് സവാള ചേർക്കരുത്. ഒരുപാട് സവാള ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് കുറയുള്ളൂ. എന്നാൽ ചെറിയൊരു പീസ് സവാള വേണേ. ഇനി പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ പച്ചമുളക് ആവുകൊണ്ട് ഒന്ന് 2 ആക്കിയിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കേണ്ട. മിക്സിയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ആ ഞെട്ടി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ വലിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഈ മിക്സി ചെറിയ ജാറാവുകൊണ്ട് ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ജാറൊന്ന് മാറ്റേണ്ട. വലിയ ജാറ് വെച്ചിട്ട് അതിലേക്ക് ഈ എല്ലാ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണുണ്ട്. ആ മുളകൊക്കെ തക്കാളിയുടെ വെള്ളം തട്ടിയിട്ട് മുളകിൻ്റെ വിത്തൊക്കെ അതൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ മുളകൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആ ബാക്കി വെച്ച തക്കാളി ഉണ്ടല്ലോ, 1.5 തക്കാളിയും കൂടി ഉണ്ടല്ലോ, അതും ഇതേപോലെ വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 തക്കാളിയും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞില്ലേ, ഇനി ആ എടുത്ത് വെച്ച മല്ലിയിലയും കൂടി ഇതേപോലെ വലുതാക്കിയിട്ട് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ വെള്ളമുണ്ട്, അപ്പോൾ വെള്ളമൊന്നും തീരെ ചേർക്കണ്ട. പിന്നെ ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കരുത്. ചെറുതായിട്ട് ആ പൾസിലൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് നൈസായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് മാറി പോവുകയുള്ളൂ. ഇതാണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത് നല്ലോണം അരഞ്ഞിട്ടില്ല, ഇതുപോലെ തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഈ ചട്നി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചട്നിയിൽ ഉപ്പൊന്നും ചേർത്തിട്ട് അരച്ചിട്ടില്ല. ഇതിലേക്ക് ഈ ചട്നിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ നല്ല തിക്കല്ല ചട്നി. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ചട്നി ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് ഇഷ്ടച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. കപ്സ റൈസിനൊക്കെ കപ്സയും പിന്നെ മന്തി റൈസൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ആകുമ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ചോറിനൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇഡ്ലിക്കൊക്കെ ആകുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഞാൻ ഉപ്പ് നോക്കിയിരുന്നു, അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ചോറിലേക്കാണ്, അപ്പോൾ അത്യാവശ്യം ഉപ്പ് വേണമല്ലോ. അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടിയും ചേർക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാനുണ്ട്. വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടുള്ള വെളിച്ചെണ്ണയായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതിന്നൊരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ, ഇനി 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി
തക്കാളി ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.